എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 8ാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ മോഷനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ് ഇതൊക്കെ എന്താണെന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? എല്ലാവരും മനസ്സിലാക്കി പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞിരിക്കുന്നത് വേഗവും പ്രവേഗവുമാണ്. അതായത് സ്പീഡ് ആൻഡ് വെലോസിറ്റി. സ്പീഡിനെ കുറിച്ച് നിങ്ങൾ അല്ലെങ്കിൽ വേഗത്തെക്കുറിച്ച് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. നമുക്ക് ഈ പ്രാവശ്യം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള വെലോസിറ്റിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ വഴിയിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വഴിയരിയിൽ ഇങ്ങനെ ഒരു ബോർഡ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ട്രാഫിക് പോലീസിന്റെ ഒരു ബോർഡ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അത് വാഹനം സൂക്ഷിച്ച് ഓടിക്കുക എന്നുള്ളത്. കാരണം എന്താണ് അങ്ങനെ ഒരു ബോർഡ് വെക്കാൻ കാരണം എന്താണ്? നമുക്കറിയാം വാഹനാപകടങ്ങൾ കൂടുതലും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അമിത വേഗം ഇല്ലേ? എക്സസ് സ്പീഡ് കൊണ്ടാണ് എന്താണ് വാഹനാപകടങ്ങളും ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ അശ്രദ്ധയൊക്കെ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം. അപ്പൊ എന്താണ് ഈ അമിത വേഗം എന്നാണ് നമ്മൾ ഇനി ഒന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത അതേ ഒരു പിക്ചർ നമ്മളിവിടെ കൺസിഡർ ചെയ്യുവാണ് കേട്ടോ. അതായത് ഒരാൾ വീട് അല്ലെ, ഇതാണ് വീട്, വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് പോകുന്നു. അപ്പൊ നമ്മൾ അവിടെ കണ്ടുപിടിച്ച ദൂരവും സ്ഥാനാന്തരവുമായിരുന്നു, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ആയിരുന്നു. അപ്പം അയാൾ ഈ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് എത്താൻ എടുക്കുന്ന സമയം 600 സെക്കൻഡ് ആണെന്ന് പറയുന്നുണ്ട്. ഇവിടെ നമ്മളത് പറയുവാണ്, അത് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ 600 സമയം എടുത്തിട്ടാണ് അയാൾ ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് എത്തുന്നു, അതുപോലെ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് എത്തുന്നു. ഇല്ല, ഒരു വേയിൽ 600 സെക്കൻഡ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കണ്ടീഷൻ വെച്ച് നമ്മൾ ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുവാണ് കേട്ടോ. ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റേജസ് ഓഫ് ജേർണിയുടെ സ്റ്റേജസ് പറഞ്ഞിട്ടുണ്ട്. ആദ്യമത്തെ എന്ന് പറഞ്ഞിരുന്നത് ഓൺ റീച്ചിങ് ദ ഓഫീസ്. അതായത് ഓഫീസിലേക്ക് എത്തിയ അവസരത്തിൽ അയാൾ സഞ്ചരിച്ച ടോട്ടൽ ഡിസ്റ്റൻസ്, ഓഫീസിലേക്ക് എത്തുന്ന വേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ്, അത് ആശുപത്രി വഴിയും തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന റേഷൻ കട വഴിയാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഓഫീസിലേക്ക് എത്തിയ അവസരത്തിൽ അയാൾ ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? ഇവിടെ ഒരു 600 ഉണ്ട്, 300 ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ എത്രയാണ്? 900 അല്ലെ? 600 900 300 വരും. അതായത് 900 മീറ്റർ ആണ് അല്ലെ? ഇനി ഡിസ്പ്ലേസ്മെന്റോ? ഡിസ്പ്ലേസ്മെന്റ് എവിടെയാണ്? ഇവിടെ തന്നിട്ടുണ്ട് 480 ആണ് അല്ലെ? 480 ആണ്. ദെൻ ടൈം ടേക്കൺ ഫോർ ദ ജേർണി, ടൈം ടേക്കൺ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 600 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, 600 സെക്കൻഡ്. ഇനി ഡിസ്റ്റൻസ് ട്രാവൽഡ് പെർ സെക്കൻഡ് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 900 ഡിവൈഡ് ബൈ 600 അല്ലെ? 900 ഡിവൈഡ് ബൈ 600. ഇതിപ്പോ ആൻസർ എത്ര വരും? 1.5 എന്നും വരും. 1.5 യൂണിറ്റ് ഏതാണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. ദെൻ ഇനി അടുത്ത കണ്ടുപിടിക്കുക ഡിസ്പ്ലേസ്മെന്റ് പെർ സെക്കൻഡ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് സമയത്തിനനുസരിച്ച് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതായത് 480 ആണ് ഡിസ്പ്ലേസ്മെന്റ്, സമയം 600 ആണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് വെച്ചാൽ 0.8 കേട്ടോ, മീറ്റർ പെർ സെക്കൻഡ്. അതാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. മനസ്സിലായല്ലോ? അപ്പൊ ഈ ഡിസ്റ്റൻസ് ട്രാവൽഡ് പെർ സെക്കൻഡ് എന്താണ് പഠിച്ചിട്ടുള്ളതാണ്? എന്താണ്? സ്പീഡാണ് അല്ലേ? സ്പീഡാണ് അല്ലെങ്കിൽ വേഗമാണ്. ഡിസ്പ്ലേസ്മെന്റ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ പറയുന്നതാണ് വെലോസിറ്റി ആണ് കേട്ടോ. വെലോസിറ്റി അല്ലെങ്കിൽ എന്താണ്? പ്രവേഗമാണ്. മനസ്സിലായല്ലോ? സമയത്തിനനുസരിച്ചിട്ട് ദൂരത്തിന് വ്യത്യാസം വരുവാണെങ്കിൽ അത് സ്പീഡ് എന്ന് പറയാം. സമയത്തിനനുസരിച്ചിട്ട് സ്ഥാനാന്തരത്തിന് വ്യത്യാസം വരുവാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം എന്ന് പറയാം. മനസ്സിലായല്ലോ? ഇനി അടുത്ത സ്റ്റേജ് എന്താണ്? ഓൺ റീച്ചിങ് ബൈ ഹോം. അതായത് തിരികെ വീട്ടിലെത്തിയ അവസരത്തിൽ, ഓഫീസിൽ നിന്ന് തിരികെ വീട്ടിലെത്തിയ അവസരത്തിൽ അയാൾ സഞ്ചരിച്ച ടോട്ടൽ ഡിസ്റ്റൻസ് എങ്ങനെയാണ്? ഇവിടെ ഒരു 420 ഉണ്ട്, ഒരു 660 ഉണ്ട് അല്ലെ? അത് നോക്കുമ്പോൾ എത്ര വരും? 1080 എന്ന് വരും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്താണ് കേട്ടോ. 1080 പ്ലസ് പിന്നെ എത്രയാണ്? 900 കൂടെ വരും ഇല്ല? അപ്പൊ ടോട്ടൽ എത്രയാണ്? 1980 ഇല്ല? 1980 മീറ്റർ ടോട്ടൽ ട്രാവൽ ചെയ്തു. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നു തിരികെ ഓഫീസിലേക്ക് എത്തുക. ഡിസ്പ്ലേസ്മെന്റ് അപ്പൊ എത്രയാണ്? 0 ആണ് അല്ലേ? ദെൻ സമയം, ടോട്ടൽ സമയം എന്ന് വെച്ചാൽ ടോട്ടൽ സമയം ഓഫീസിലേക്ക് എത്തുന്ന സമയം 600 ആണ്. അപ്പോൾ തിരിച്ച് ഓഫീസിൽ നിന്നും വീട്ടിലെത്തുന്നുണ്ട് അല്ലേ? അതും എത്രയാണ്? 600 ആണ് ഇല്ലേ? അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു 1200 സെക്കൻഡ് എന്ന് വരും. മനസ്സിലായല്ലോ? ഇനി ഡിസ്റ്റൻസ് ട്രാവൽഡ് പെർ സെക്കൻഡ്, അത് സമയത്തിൽ അല്ലെങ്കിൽ യൂണിറ്റ് സമയത്തിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ദൂരം കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്കറിയാം 1080 ആണ് അല്ലെ? 1980 ആണ്. ഡിവൈഡഡ് ബൈ അവിടുത്തെ ടോട്ടൽ സമയം അല്ലെ? സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്ര വരും? ദാറ്റ് ഈസ് 1200 അല്ലെ? 1200 വരും. ഇത് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് 1.65 എന്ന് വരും കേട്ടോ. 1.65 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. ഡിസ്പ്ലേസ്മെന്റോ? തിരികെ വീട്ടിലെത്തിയില്ല, അപ്പൊ ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ എന്തായി? 0 ആയി. മനസ്സിലായല്ലോ പറഞ്ഞിരിക്കുന്നത്? അപ്പം ഇത്രയും നമ്മൾ കണ്ടുപിടിച്ചു. സമയത്തിനനുസരിച്ചിട്ട് എന്താണ് അവിടെ? ദൂരത്തിന് വ്യത്യാസം വന്നു, അതുപോലെ സമയത്തിനനുസരിച്ച് സ്ഥാനാന്തരത്തിനും വ്യത്യാസം വന്നു.
മനസ്സിലായില്ലേ? അപ്പം സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സ്പീഡ് ഈസ് എ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം ആണ്. യൂണിറ്റ് സമയത്തിൽ അത് ഈ ഡിസ്റ്റൻസ് ട്രാവൽഡ് പെർ യൂണിറ്റ് ടൈം അല്ലെങ്കിൽ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്? സ്പീഡാണ്, അതായത് വേഗമാണ്. അതുപോലെ തന്നെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഇൻ യൂണിറ്റ് ടൈം കേട്ടോ, അതായത് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇത് നിങ്ങൾ കഴിഞ്ഞ വർഷം നല്ലോണം പഠിച്ചാണ് കേട്ടോ, അപ്പം അതും കൂടെ ഒന്ന് ഓർത്ത് എടുക്കുക കേട്ടോ. സ്പീഡും അതുപോലെ തന്നെ വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പീഡിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുന്നത്? സ്പീഡിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കും? ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് എഴുതാം അല്ലെ? സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് കേട്ടോ സ്പീഡിന്റെ ഇക്വേഷൻ. യൂണിറ്റ് എങ്ങനെ വരും? ഡിസ്റ്റൻസ് മീറ്റർ ആണ്, സമയം സെക്കൻഡ് ആണ്. നമ്മൾ ഈ ടേബിളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, അതായത് മീറ്റർ പെർ സെക്കൻഡ് അല്ലെ? മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡിന്റെ യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? വെലോസിറ്റിയുടെ ഇക്വേഷൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് അല്ലെ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഇല്ലേ? അതായത് സ്ഥാനാന്തരം ഡിവൈഡ് ബൈ സമയമാണ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ യൂണിറ്റ് എന്ത് തന്നെയാണ്? മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം, സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. സ്പീഡ് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് അല്ലേ? കാരണം അതാണ് ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ അല്ലേ? അതുകൊണ്ട് തന്നെ, അതായത് ഡിസ്പ്ലേസ്മെന്റ് സദിശ അളവാണ്, അതുകൊണ്ട് തന്നെ വെലോസിറ്റി എന്ത് തന്നെയാണ്? വെക്റ്റർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സദിശ അളവാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കുക കേട്ടോ. സ്പീഡിന്റെ ഇക്വേഷൻ മനസ്സിലാക്കുക, വെലോസിറ്റിയുടെ ഇക്വേഷൻ മനസ്സിലാക്കുക. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസുകളുണ്ട്, അതും കൂടെ നമുക്കൊന്ന് നോക്കാം. നോക്കട്ടെ, ക്വസ്റ്റ്യൻസ് നോക്കട്ടോ. ഈസ് എ വെലോസിറ്റി ആൻഡ് സ്പീഡ് ഈക്വൽ വൈൽ ട്രാവലിംഗ് ഫ്രം ഹോം ടു ഓഫീസ്? വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് സഞ്ചരിച്ച അവസരത്തിൽ വേഗവും പ്രവേഗവും തുല്യമാണോ? വീട്ടിൽ നിന്നും ഓഫീസിലേക്ക്, അതായത് ഫസ്റ്റ് കേസിൽ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് എത്തിയ സമയത്ത് വേഗവും വേഗം എത്ര കിട്ടി? 1.5 അല്ലെ? 1.5 മീറ്റർ പെർ സെക്കൻഡ് എന്നിട്ട് പ്രവേഗം എങ്ങനെയാണ്? 0.8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് രണ്ടും തുല്യമാണോ? അല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? നോ അല്ലെ? അല്ല എന്ന് പറയാം. ഇൻ വിച്ച് യൂണിറ്റ് ഈസ് സ്പീഡ് എക്സ്പ്രസ്ഡ്? വാട്ട് അബൌട്ട് വെലോസിറ്റി? സ്പീഡ് എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് ഏതാണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ത് തന്നെയാണ്? മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. Then what is the speed with which the person traveled? അതായത് തിരികെ വീട്ടിലെത്താൻ ഇയാൾ എത്ര വേഗത്തിലാണ് സഞ്ചരിച്ചത് അല്ലെ? അപ്പൊ തിരികെ വീട്ടിലെത്താൻ അയാൾ എത്ര വേഗത്തിലാണ് അവിടെ സഞ്ചരിച്ചത്? തിരികെ വീട്ടിലെത്താൻ വേണ്ടി അത് എത്ര വേഗത്തിൽ സഞ്ചരിച്ചു? തിരികെ വീട്ടിലെത്താൻ വേണ്ടി 1.65 അല്ലെ? 1.65 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലാണ് അയാൾ തിരികെ വീട്ടിലെത്താൻ വേണ്ടി സഞ്ചരിച്ചത് അല്ലെ? അത്രയും വേഗത്തിലാണ് അയാൾ സഞ്ചരിച്ചത് തിരികെ വീട്ടിലെത്താൻ. മനസ്സിലായല്ലോ? ഇനി വാട്ട് ഈസ് എ വെലോസിറ്റി ആസ് ഹി റീച്ചസ് ഹോം? വീട്ടിലെത്തിയപ്പോൾ ഇയാളുടെ പ്രവേഗം എത്രയായി? വീട്ടിലെത്തിയപ്പോൾ പ്രവേഗം 0 അല്ലെ? വെലോസിറ്റി 0 ആയി. വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. വെലോസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്, സ്ഥാനാന്തരം ബൈ സമയമാണ്. സ്ഥാനാന്തരം വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, അതുകൊണ്ട് വെലോസിറ്റി വെക്റ്റർ ആണ്. സ്പീഡോ? സ്പീഡ് എന്ത് ക്വാണ്ടിറ്റി ആണ്? സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതായത് പ്രവേഗം സദിശ അളവാണ്, വേഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അദിശ അളവാണ് കേട്ടോ. വേഗം അദിശ അളവാണ്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് സ്പീഡിനും വെലോസിറ്റി, വേഗത്തിനും പ്രവേഗത്തിനും എങ്ങനെ ഡെഫിനിഷൻ കൊടുക്കാം? സ്പീഡ് ഈസ് എ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. സ്പീഡ് ഈസ് എ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരമാണ് വേഗം. വെലോസിറ്റി ഈസ് എ ഡിസ്പ്ലേസ്മെന്റ് ഇൻ യൂണിറ്റ് ടൈം. യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരമാണ് പ്രവേഗം. ഈ വെലോസിറ്റി നമ്മൾ കണ്ടു, വെലോസിറ്റിയുടെ ഇക്വേഷനൊക്കെ കണ്ടു. സ്പീഡിന്റെ ഇക്വേഷൻ കണ്ടല്ലോ. സ്പീഡിന്റെ ഇക്വേഷൻ ഓർത്തിരിക്കുക. സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അതുപോലെ തന്നെ വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് അല്ലെ? വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നോളൂ കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്, രണ്ടിന്റെയും യൂണിറ്റ് ഒന്നാണ് കേട്ടോ. ഇനി ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം ദ ഇനീഷ്യൽ പൊസിഷൻ ടു ദ ഫൈനൽ പൊസിഷൻ. നമ്മൾ അറിയാം അല്ലെ? റെസ്പെക്റ്റീവ് ഓഫ് ദി പാത്ത് ടേക്കൺ. വൈൽ കാൽക്കുലേറ്റിംഗ് വെലോസിറ്റി ദിസ് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് itself is the displacement. Even it is not the actual path taken, but the time taken to cover the actual distance should be used for the calculation. അതായത് നമ്മൾ പറഞ്ഞു, ഒരു വസ്തു
ഒരു വസ്തു ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് ഏത് പാതയിലൂടെ സഞ്ചരിച്ചാലും ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം അല്ലെ. ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം എന്ന് പറഞ്ഞു. പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി കണക്കാക്കുമ്പോൾ എന്താണ്, യഥാർത്ഥത്തിൽ സഞ്ചരിച്ച പാത അല്ലെങ്കിൽ പോലും ആ നേർരേഖാ ദൂരം തന്നെയാണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അപ്പം വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ആ നേർരേഖയിലുള്ള ഇങ്ങനെ പോകുന്ന റൂട്ടല്ല എടുക്കണ്ടേ. അപ്പൊ യഥാർത്ഥ പാത ഇതാണെങ്കിലും നേർരേഖയിലുള്ള ആ ഒരു ദൂരമാണ് നമ്മൾ വെലോസിറ്റി, അല്ലെങ്കിൽ ദൂരം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരം. ആ സ്ഥാനാന്തരമാണ് നമ്മളവിടെ എടുക്കേണ്ടത്. പക്ഷെ സമയം എന്താണ്, സമയം ഈ ആക്ച്വൽ പാതയിലൂടെ പോകുന്ന സമയം തന്നെയാണ് എടുക്കേണ്ടത്. ഓർത്തോണം കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ദൂരം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ആ നേർരേഖാ ദൂരം തന്നെ എടുക്കണം വെലോസിറ്റി കാണുമ്പോൾ. പക്ഷെ സമയം എന്താണ്, ആക്ച്വൽ സമയം തന്നെയാണ് എടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിച്ചോണം. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. കാൽക്കുലേറ്റ് ദ സ്പീഡ് ആൻഡ് വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിന്റെ സ്പീഡും വെലോസിറ്റിയും കണ്ടുപിടിക്കാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാം? എയിൽ നിന്ന് ട്രാവൽ ചെയ്ത് സിയിൽ എത്തിയതാണ് കേട്ടോ. അപ്പൊ നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാം. സ്പീഡിന്റെ ഇക്വേഷൻ അല്ലെ, സ്പീഡും വെലോസിറ്റി. സ്പീഡ് എന്ന് വെച്ചാൽ ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലെ, ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലെ, ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സമയമാണ് അല്ലെ, ടോട്ടൽ സമയമാണ് സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെ, എയിൽ നിന്ന് സിയിലേക്ക് എത്താണല്ലോ. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എത്രയാണ്, 60 + 40 വരും അല്ലെ. അതിനെടുത്തുന്ന സമയം എത്രയാണ് ഇവിടെ നോക്കി, 6 സെക്കൻഡും 4 സെക്കൻഡും ഇല്ലേ. ഇത് ടോട്ടൽ സമയം എന്ന് വെച്ചാൽ 6 + 4 ആണ് കേട്ടോ. ഒബ്ജക്റ്റിന്റെ സ്പീഡും വെലോസിറ്റി ആണ് എയിൽ നിന്ന് സിയിൽ എത്തുന്നത്. ബി വഴി എത്തുന്നുണ്ട്, ഡയറക്റ്റ് ആയിട്ട് എത്തുന്നുണ്ട്. അപ്പം സ്പീഡ് എത്ര വരും, ദാറ്റ് ഈസ് 100 എന്ന് വരും. 100 ഡിവൈഡ് ബൈ 10 എന്ന് വരും അല്ലെ. 100 ഡിവൈഡ് ബൈ 10 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ എത്രയാണ്, 10 അല്ലെ. 10 മീറ്റർ/സെക്കൻഡ് ആണ് ഇവിടുത്തെ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, സ്പീഡ് അല്ലെ. സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് 10 മീറ്റർ/സെക്കൻഡ് ആണ്. ക്ലിയർ ആയല്ലോ? ഇനി വെലോസിറ്റി കണ്ടുപിടിക്കാം ഇല്ലേ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഡിസ്പ്ലേസ്മെന്റ്. ഇക്വേഷൻ എപ്പോഴും എഴുതിയിരിക്കണം കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ സമയം അല്ലേ, അല്ലെങ്കിൽ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ തന്നിട്ടുണ്ട്, എയിൽ നിന്ന് സിയിലേക്കുള്ള നേർരേഖ, അതായത് 70 ആണ്. സമയം നമ്മൾ എത്ര തന്നെ എടുക്കണം, ടോട്ടൽ സമയം തന്നെ, അത് 10 അല്ലേ. 10 എടുക്കുക. അപ്പം 70/10 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 7 അല്ലേ. 7 മീറ്റർ/സെക്കൻഡ് എന്ന് വരും. മനസ്സിലായല്ലോ? അപ്പം വെലോസിറ്റി എന്ന് പറയുന്നത് 7 മീറ്റർ/സെക്കൻഡ് കിട്ടി. സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നതിനാണ് 10 മീറ്റർ/സെക്കൻഡ് എന്നും കിട്ടി. മനസ്സിലായല്ലോ? then ഇവിടെ നോക്കിയാൽ സ്പീഡാണ് ഇവിടെ കൂടുതൽ. സ്പീഡിന്റെ വാല്യൂ 10 കിട്ടി, വെലോസിറ്റിയുടെ വാല്യൂ 7 കിട്ടി. അങ്ങനെയാകുമ്പോൾ ഈ സ്പീഡിന്റെയും വെലോസിറ്റിയുടെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആവുന്ന കണ്ടീഷൻ എങ്ങനെയായിരിക്കും, ഒബ്ജക്റ്റ് നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ അല്ലെ, സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുമ്പോഴായിരിക്കും സ്പീഡിന്റെയും വെലോസിറ്റിയുടെയും എന്താണ് വാല്യൂ അവിടെ ഈക്വൽ ആവുന്നത്. മനസ്സിലാവുന്നല്ലോ പറഞ്ഞപ്പം അതും കൂടി ഒന്ന് ഓർത്തിരുന്നോളൂ കേട്ടോ. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇഫ് ആൻ ഒബ്ജക്ട് മൂവ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ കേട്ടോ, വെലോസിറ്റി ആൻഡ് സ്പീഡ് വിൽ ബി ഈക്വൽ. ദിശ മാറാതെ സഞ്ചരിക്കുന്ന വസ്തുവിന്റെ വേഗവും പ്രവേഗവും തുല്യമായിരിക്കും. നേർരേഖയിലാണ് വസ്തു സഞ്ചരിക്കുന്നതെങ്കിൽ അതിന്റെ വേഗവും പ്രവേഗവും തുല്യമായിരിക്കും. അതൊക്കെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കിയിരുന്നോളൂ, പഠിച്ചോളുക. ഇനി സ്പീഡിന്റെ വെലോസിറ്റി നമ്മളൊരു കമ്പാരിസൺ അല്ലെങ്കിൽ ഡിഫറൻസ് നമുക്ക് പറയാലോ. സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. വെലോസിറ്റി വെക്ടർ ക്വാണ്ടിറ്റി ആണ്. പിന്നെ നമുക്ക് ഡെഫിനിഷൻ എഴുതാം. സ്പീഡ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. വെലോസിറ്റി എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ യൂണിറ്റ് ടൈം നമുക്ക് എഴുതാം ഇല്ലേ. അപ്പൊ നമുക്ക് ഡിഫറൻസ് ഒന്ന് നോക്കാം കേട്ടോ. സ്പീഡും വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്, സ്പീഡ് എന്ന് വെച്ചാൽ ഡിഫൈൻഡ് ആസ് എ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ ഓഫ് ദ ബോഡി ഇൻ എനി ഡയറക്ഷൻ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ ഓഫ് എ ബോഡി ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ അവിടെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് വെച്ചാൽ മതി. ഡിസ്പ്ലേസ്മെന്റ് ഇൻ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാലും മതി. സ്പീഡ് എന്ന് വെച്ചാൽ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. വെലോസിറ്റി വെക്ടർ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. അതുപോലെ സ്പീഡ് ഓഫ് എ ബോഡി ക്യാൻ ബി 0 ഓർ പോസിറ്റീവ്. ഒരു ബോഡിയുടെ സ്പീഡ് എന്ന് വെച്ചാൽ 0 ആവാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ആ ബോഡി നിശ്ചലാവസ്ഥയിൽ ഇരിക്കുകയെന്ന് വിചാരിച്ചു. ഒരു ബോഡി ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കുവാണ്, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴത്തെ സ്പീഡ് എങ്ങനെയാണ്, സ്പീഡ് 0 എന്ന് പറയാം. അതുപോലെ തന്നെ പോസിറ്റീവ് വാല്യൂയും വരാം. നമ്മളെ ടേബിളിൽ നിന്ന് മനസ്സിലായല്ലേ, പോസിറ്റീവ് വാല്യൂയും വരാം. ദെൻ വെലോസിറ്റി കേട്ടോ, ഇവിടെ സ്പീഡ് എന്നല്ല വെലോസിറ്റി എന്നാണ് കേട്ടോ. വെലോസിറ്റി ഓഫ് എ ബോഡി ക്യാൻ ബി പോസിറ്റീവ്. വെലോസിറ്റി പോസിറ്റീവ് വരാം, നെഗറ്റീവ് വാല്യൂം വരാം, അതുപോലെ തന്നെ 0യും വരാം.
കേട്ടോ, ഓർത്തിരിക്കും കേട്ടോ. അപ്പം മലയാളത്തിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുക, മലയാളം മീഡിയത്തെ കുട്ടികൾ അതും കൂടെ നോക്കിയിരിക്കുക കേട്ടോ. അതിശ അളവ് സദിശ അളവാണ് പ്രവേഗം. യൂണിറ്റ് സമയത്ത് സഞ്ചരിച്ച ദൂരമാണ്, യൂണിറ്റ് സമയത്ത് സഞ്ചരിച്ച സ്ഥാനാന്തരമാണ് പ്രവേഗം. വേഗത്തിന്റെ അളവ് പ്രവേഗത്തിന്റെ അളവിന് തുല്യമോ അതിൽ കൂടുതലോ ആയിരിക്കും. നമ്മൾ കണ്ടില്ലായിരുന്നോ അല്ലെ, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നിന്ന് കണ്ടായിരുന്നു. വേഗം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്നുകിൽ തുല്യമാകാം അല്ലെങ്കിൽ കൂടുതലാകാമെന്ന് കണ്ടു. അതേസമയം എങ്ങനെയാണ് പ്രവേഗത്തിന്റെ അളവ് വേഗത്തിന്റെ അളവിന് തുല്യമോ കുറവോ ആയിരിക്കും. ഒന്നുകിൽ ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ എങ്ങനെയാണ് കുറവായിരിക്കും. ഇല്ലേ, നമ്മൾ മുമ്പേ കണ്ട പ്രോബ്ലത്തിൽ 7 അല്ലേ പ്രവേഗത്തിന്റെ വാല്യൂ കണ്ടത് ഇല്ലേ. അപ്പം 7 അതായത് കുറവാകാം അല്ലെങ്കിൽ തുല്യവുമാകും. തുല്യമാകുന്ന കണ്ടീഷൻ നമ്മൾ പറഞ്ഞു, സ്ട്രെയിറ്റ് ലൈനിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ തുല്യമാവുന്നു എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് എ സ്പീഡ് ആൻഡ് വെലോസിറ്റി. ഓർത്തിരുന്നോളുക. ഇക്വേഷൻ എന്ന് പറയുമ്പോൾ സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്, വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. സ്പീഡ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് കേട്ടോ, അതിശ അളവാണ് സ്പീഡ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വേഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. വെലോസിറ്റി പ്രവേഗമാണ്, അതൊരു സദിശ അളവാണ്. ക്ലിയർ ആയാലും എത്രയും കാര്യങ്ങള്. ദെൻ ഇനി നമുക്ക് നോക്കാനുള്ളത് സമവേഗവും അസമവേഗവും, അതായത് യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡുമാണ് നമുക്ക് നോക്കാനുള്ളത്. യൂണിഫോം സ്പീഡ് ആൻഡ് നോൺ യൂണിഫോം സ്പീഡ്. ഇവിടെ നോക്കുക, ഒരു കാറ് ട്രാവൽ ചെയ്യുന്ന സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതിന്റെ സമയവും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ദൂരവും കൊടുത്തിട്ടുണ്ടല്ലേ. ഇവിടെ നോക്കുക, ഓരോ സമയത്തിന്റെ ഇന്റർവെല്ലും കൊടുത്തിട്ടുണ്ട്. അത് നോക്കുക, ഓരോ 2 സെക്കൻഡ് ആണല്ലേ. സ്റ്റാർട്ടിംഗ് പോയിന്റ് എ ആണ്, അവിടെ നിന്ന് 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അത് 20 മീറ്റർ ട്രാവൽ ചെയ്തു. ദെൻ അടുത്ത 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 40 മീറ്റർ, അപ്പൊ അടുത്ത 2 സെക്കൻഡ് 60 മീറ്റർ, ദെൻ 80 മീറ്റർ, 100 മീറ്റർ. അപ്പൊ ഇവിടുത്തെ ടൈം ഇന്റർവൽ എങ്ങനെയാണ്, എല്ലാം ഒരുപോലെ അല്ലേ, 2 സെക്കൻഡ് വീതം വെച്ചാണ്. അതുപോലെ തന്നെ ദൂരവും എങ്ങനെയാണ്, ഈ 20 മീറ്റർ വെച്ചിട്ടില്ലേ. അപ്പം ബിയിലെത്തിയപ്പോൾ 20 മീറ്റർ, അടുത്ത 20 മീറ്റർ കഴിഞ്ഞപ്പോൾ സിയിലെത്തി അല്ലേ. അപ്പം ദൂരവും അതുപോലെ തന്നെ എങ്ങനെയാണ് ട്രാവൽ ചെയ്ത അല്ലെങ്കിൽ കവർ ചെയ്ത ഓരോ പോർഷനിലും അല്ലെങ്കിൽ ഓരോ പോയിന്റിലും കവർ ചെയ്ത ദൂരവും അവിടെ തുല്യമാണ്, അതുപോലെ തന്നെ സമയവും തുല്യമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പം എയിൽ നിന്നും ബിയിലെത്തിയ ദൂരം എത്രയാണ്, 20 മീറ്റർ ആണ്. അതിനടുത്ത സമയം 2 സെക്കൻഡ് ആണ്. അപ്പൊ സ്പീഡ് കിട്ടിയല്ലോ. സ്പീഡിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ഡിസ്റ്റൻസ് ബൈ സമയം എന്നല്ലേ, അതായത് ദൂരം ബൈ സമയം എന്നാണ്. അതായത് 20 ആണ് ദൂരം ബൈ സമയം 2 ആണ്. അപ്പൊ നമുക്ക് 10 എന്ന് കിട്ടും അല്ലെ, 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. then അടുത്ത നോക്കുക, ബിയിൽ നിന്നും കേട്ടോ, ഇത് നോക്കുക, ബിയിൽ നിന്നും സിയിലേക്ക് അല്ലെ, 20-40 ആണ് അല്ലെ, 20-40 ആണ്. അപ്പൊ എങ്ങനെയാണ് 40 - 20, അത് എത്ര തന്നെയാണ് നമുക്കറിയാം, 20 മീറ്റർ തന്നെയാണ്. അതിനടുത്തിരിക്കുന്ന സമയം എത്രയാണ്, 4 - 2 അല്ലെ. 4 - 2 എന്ന് വെച്ചാൽ 2 തന്നെയാണ് അല്ലെ. അപ്പൊ എത്ര കിട്ടും ആൻസർ, 10 അല്ലെ, 10 മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത നോക്കുക, സിയിൽ നിന്നും ഡിയിലേക്ക് അല്ലെ, സിയിൽ നിന്നും ഡിയിലേക്ക്. അപ്പൊ എത്രയാണ്, എത്ര 40 60 അല്ലേ. അപ്പൊ എത്രയാണ്, 20 മീറ്റർ തന്നെയാണ് അവിടെ ട്രാവൽ ചെയ്ത്. അതിനടുത്ത സമയം 2 സെക്കൻഡും ആണല്ലേ, 2 സെക്കൻഡ് ആണ്. ഇവിടെ സെക്കൻഡ് ഉണ്ട് കേട്ടോ, ഇവിടെ മീറ്ററും ഉണ്ട്. അപ്പൊ സ്പീഡ് എങ്ങനെയാണ്, 20/2 ആണ്. അതും എത്രയാണ്, 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും ഇല്ലേ. അടുത്ത നോക്കുക, ഡിയിൽ നിന്നും ഇയിലേക്കുള്ളൂ 60 80 ആണല്ലേ. അപ്പൊ എത്ര വരും, 20 മീറ്റർ അവിടെ ട്രാവൽ ചെയ്തു. ദെൻ 2 സെക്കൻഡ് സമയമാണ് അവിടെ എടുത്തത്. ദെൻ അതിനെടുക്കുന്ന സ്പീഡ് അല്ലെ, 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് അവിടെയും കിട്ടി. ദെൻ ഇയിൽ നിന്നും ഈ എഫിലേക്ക് എത്തി, 80 100 ആണ്. അപ്പൊ അവിടെ എത്രയാണ്, 20 മീറ്റർ തന്നെയാണ് ട്രാവൽ ചെയ്ത്. അടുത്ത സമയം നോക്കിയേ, എത്രയാണ്, 2 സെക്കൻഡ് തന്നെയാണ്, 2 സെക്കൻഡ് സമയം തന്നെയാണ്. ദാറ്റ് ഓൾസോ ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം ഇവിടെ നോക്കുക, ഈ ഒരു കേസിൽ നമുക്കറിയാം, തുല്യമായ ഇടവേളകളിൽ തുല്യമായ സമയത്തിനനുസരിച്ചിട്ടാണ് കാർ അവിടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പം അങ്ങനെയുള്ള ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് എങ്ങനെ പറയാം, അതിന്റെ സ്പീഡിന്റെ വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടി, സ്പീഡും എങ്ങനെയാണ്, എല്ലാം ഈക്വൽ ആണ് അല്ലെ, സ്പീഡും ഈക്വൽ ആണ്. അപ്പൊ എങ്ങനെയാണ് ഈ വാഹനം അല്ലെങ്കിൽ ഈ കാർ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, സമവേഗത്തിൽ സഞ്ചരിക്കുക എന്ന് പറയും. അതായത് യൂണിഫോം സ്പീഡിലാണ് അല്ലെ. അതായത് ഓരോ സമയ ഇന്റർവെല്ലിലും എങ്ങനെയാണ്, ടൈം ഇന്റർവെല്ലും അല്ലെങ്കിൽ സമയത്തിന്റെ ഇടവേളകളിലും എങ്ങനെയാണത് 10 മീറ്റർ, അതിന്റെ സ്പീഡ് 10 മീറ്റർ ആണ് ഇല്ലേ. അപ്പൊ 10 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണത് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പറയാം, ഈ കാർ അവിടെ സഞ്ചരിക്കുന്നത് ഇങ്ങനെ സമവേഗത്തിലാന്ന് പറയാം. അതായത് യൂണിഫോം സ്പീഡിലാണ് കാർ അവിടെ സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം, നമുക്ക് പറയാൻ സാധിക്കും, ഇറ്റ് ഈസ് സീൻ ദാറ്റ് ട്രാവൽസ് സെയിം ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം. അതായത് 10 മീറ്റർ അല്ലെ, 2 സെക്കൻഡിൽ സെയിം ആണ്. അപ്പം അതിന്റെ ഹെൻസ് സ്പീഡ് ഈസ് യൂണിഫോം നമുക്ക് പറയാം. മനസ്സിലല്ലോ. അപ്പം അതിന്റെ സ്പീഡ് എങ്ങനെയാണ്, യൂണിഫോം സ്പീഡാണ്, അതായത് സമവേഗമാണ്. യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, സമവേഗം, സമവേഗത്തിലാന്ന് പറയാം. അപ്പൊ എന്റെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, മൂവ്മെന്റ് ഓഫ് എ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് കേട്ടോ. യൂണിഫോം സ്പീഡിന് എക്സാമ്പിൾ നമുക്ക് പറയാം, ക്ലോക്കില്ലേ, ക്ലോക്കിന്റെ ഹാൻഡ്സിൽ ഓരോ സൂചികളും മൂവ് ചെയ്യുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ്, ഈക്വൽ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പം യൂണിഫോം സ്പീഡിന് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇത് പറയാം, മൂവ്മെന്റ് ഓഫ് എ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് കേട്ടോ. ദാറ്റ് ഈസ് എക്സാമ്പിൾ ഓഫ് യൂണിഫോം സ്പീഡ്. മനസ്സിലായല്ലോ.
ഇനി നമുക്ക് അടുത്തൊരു കണ്ടീഷൻ നോക്കാം. എന്താ ഈ ഒരു ചിത്രം നോക്കിയേ, ഇവിടെ നോക്കി ഇതേപോലെ തന്നെ കാർ മൂവ് ചെയ്യാണ്. ആദ്യത്തെ എ തൊട്ട് ബി വരെ അല്ലെ, എ തൊട്ട് ബി വരെ ട്രാവൽ എടുക്കുന്നത് 2 സെക്കൻഡ് ആണ്. ദെൻ ബി തൊട്ട് സി വരെ എടുക്കുന്നത് എത്രയാണ്? 2 സെക്കൻഡ് ആണ്. സി തൊട്ട് ഡി വരെയും 2 സെക്കൻഡ് തന്നെ. ഡി തൊട്ട് ഇ വരെയും 2 സെക്കൻഡ് അല്ലെ, ഇ തൊട്ട് എഫ് വരെയും 2 സെക്കൻഡ്. നമ്മുടെ സമയം ഈക്വൽ ആണ്. നോക്കിയേ, സഞ്ചരിക്കുന്ന ദൂരം നോക്കിയേ, എ തൊട്ട് ബി വരെ എത്താൻ 5 മീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇത് 5 മീറ്റർ ആണ് ട്രാവൽ ചെയ്യുന്നത്. ബിയിൽ നിന്നും സിയിൽ എത്താൻ എത്രയാണ്? 15 മീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ട് ഇല്ലേ. അതുപോലെ തന്നെ അതാ നോക്കുക, സിയിൽ നിന്നും ഡിയിൽ എത്താൻ എത്രയാണ്? 6 മീറ്റർ അല്ലെ, 6 മീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ ഡിയിൽ നിന്നും ഇയിൽ എത്താൻ എത്രയാണ്? 44 മൈനസ് 26 എന്ന് വരും, അതായത് 18 അല്ലെ, 18 മീറ്റർ അവിടെ ട്രാവൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇയിൽ നിന്നും എഫിൽ എത്താൻ എത്രയാണ്? പിന്നെ ഒരു 6 മീറ്റർ ആണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പം ഇവിടെ സമയം തുല്യമാണ് അല്ലെ, സമയം തുല്യമാണ്. പക്ഷെ അത് സഞ്ചരിക്കുന്ന ദൂരം എങ്ങനെയാണ്? തുല്യമാണോ? അല്ല. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഇവിടുത്തെ സ്പീഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അത് നോക്കുക, എയിൽ നിന്ന് ബിയിൽ എത്താൻ എടുക്കുന്ന ദൂരം 5 മീറ്റർ ആണ്. അതിനെടുക്കുന്ന സമയം 2 സെക്കൻഡ് ആണ്. സ്പീഡ് കിട്ടി 5/2 എന്ന് പറയും. അതായത് സ്പീഡ് പറഞ്ഞല്ലോ, സ്പീഡ് 5/2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.5 എന്ന് വരും. ദെൻ ബിയിൽ നിന്നും സിയിലെത്താൻ ദൂരം എത്രയാണ്? 15 മീറ്റർ ആണ് അല്ലേ. സമയം 2 സെക്കൻഡ് തന്നെയാണ്. അപ്പൊ 15 അല്ലെ, 15 ഡിവൈഡ് ബൈ 2 ആണ് കേട്ടോ. അതാണ് 7.5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി സിയിൽ നിന്നും ഡിയിലേക്ക് എത്താൻ എടുക്കുന്ന ദൂരം എത്രയാണ്? 6 അല്ലെ, 6 മീറ്റർ ആണ്. 6 മീറ്റർ ആണ്. അതിനെടുക്കുന്ന സമയം 2 സെക്കൻഡ് തന്നെയാണ് അല്ലെ. അപ്പൊ 6/2 എന്ന് വരും അല്ലെ, 6/2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 അല്ലെ, 3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. അടുത്ത നോക്കുക, ഡിയിൽ നിന്നും ഇയിലേക്ക് എത്താൻ എത്രയാണ്? 18 മീറ്റർ അല്ലെ, 18 മീറ്റർ ആണ് അവിടെ ട്രാവൽ ചെയ്യുന്നത്. അതിനെടുക്കുന്ന സമയം സെയിം തന്നെയാണ്. അപ്പം 18 ഇല്ലേ, 18 ഡിവൈഡ് ബൈ 2 എന്ന് വരും, അതായത് 9 എന്ന് വരും, അതായത് 9 മീറ്റർ പെർ സെക്കൻഡ്. ഇനി അടുത്ത് നോക്കിയേ, ഇയിൽ നിന്നും എഫിൽ എത്താൻ 6 മീറ്റർ അല്ലെ, 6 മീറ്റർ അവിടെ ട്രാവൽ ചെയ്യുന്നുണ്ട്. സമയം ഈക്വൽ ആണ്, 6/2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടെ നോക്കാം, ഈ ഒരു കേസിൽ വന്നപ്പോ സ്പീഡ് ഇവിടെ എങ്ങനെയാണ്? സ്പീഡ് ഇവിടെ തുല്യമാണോ? അല്ല. ആദ്യമേ 2.5, പിന്നെ 7.5, പിന്നെ 3, 9, 3 ഇല്ലേ. അതായത് ആദ്യമേ ഒരു പർട്ടിക്കുലർ 2.5, പിന്നെ എന്ത് സംഭവിച്ചു? പിന്നെ സ്പീഡ് കൂടി ഇല്ലേ. പിന്നെന്താണ്? പിന്നെ സ്പീഡ് കുറഞ്ഞു ഇല്ലേ. പിന്നെ സ്പീഡ് കൂടി, പിന്നെ സ്പീഡ് കുറഞ്ഞു. അപ്പൊ എന്താണ്? അവിടുത്തെ സ്പീഡ് അവിടെ തുല്യമാണോ? അല്ല ഇല്ല. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്ത് പറയാം? നോൺ യൂണിഫോം സ്പീഡിലാന്ന് പറയാം. നോൺ യൂണിഫോം സ്പീഡ്, അതായത് അസമവേഗത്തിലാന്ന് നമുക്ക് പറയാൻ സാധിക്കും. വണ്ടി ട്രാവൽ ചെയ്യുന്ന അസമവേഗത്തിലാന്ന് നമുക്ക് പറയാൻ സാധിക്കും. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇഫ് ആൻ ഒബ്ജക്ട് കവേഴ്സ് ദ ഡിഫറെന്റ് ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം. സമയം അവിടെ തുല്യല്ലേ, സമയം തുല്യാണ്, പക്ഷെ ഡിസ്റ്റൻസ് എങ്ങനെയാണ്? ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറയാം, അല്ലെങ്കിൽ അസമവേഗത്തിലാണ് സഞ്ചരിക്കുന്നത് എന്ന് പറയാം. തുല്യ ഇടവേളകളിൽ വ്യത്യസ്തമായ ദൂരമാണ് ട്രാവൽ ചെയ്യുന്നെങ്കിൽ, സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാം? അസമവേഗം എന്ന് പറയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ ബോൾ റോൾസ് അലോങ് ദ ഫ്ലോർ, ഫ്രീലി ഫോളിംഗ് ബോഡി. ഇതൊക്കെ എന്താണ്? നോൺ യൂണിഫോം സ്പീഡിന് എക്സാമ്പിൾ ആണ് കേട്ടോ. അത് ഒരു ഫ്ലോറിൽ ബോൾ ഇങ്ങനെ റോൾ ചെയ്യും. നമുക്കറിയാം ആദ്യമേ നല്ല സ്പീഡാണ്, പിന്നെ സ്പീഡ് കുറഞ്ഞു വരും അല്ലേ. അപ്പം പിന്നെ കുറഞ്ഞു വരും. അപ്പൊ അതിന് സ്പീഡിന് അവിടെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ഫ്രീലി ഫോളിംഗ് ബോഡി, ഒരു വസ്തു താഴേക്ക് വീഴുവാണെങ്കിൽ എന്താണ്? അവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെ, പ്രവേഗം അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? നോൺ യൂണിഫോം സ്പീഡ് അല്ലെങ്കിൽ അസമവേഗത്തിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആയല്ലോ? അപ്പം സമവേഗവും അസമവേഗവും. അപ്പൊ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം സമവേഗത്തിനെയും അസമവേഗം, അല്ലെങ്കിൽ യൂണിഫോം സ്പീഡ് ആൻഡ് നോൺ യൂണിഫോം സ്പീഡ് നോക്കാം. ഇഫ് എ ബോഡി ഇൻ മോഷൻ കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. കേട്ടോ, കണ്ടല്ലോ? ഇഫ് എ ബോഡി ഇൻ മോഷൻ കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം, the body is said to be uniform speed. If it covers unequal distance in equal intervals of time, അപ്പൊ നമുക്ക് എന്താ പറയാം? നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറയാം. മനസ്സിലായല്ലോ? ചലനത്തിലുള്ള ഒരു വസ്തു തുല്യ സമയ ഇടവേളയിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നെങ്കിൽ എങ്ങനെയാണ്? വേഗം സമവേഗമാണ്. തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമല്ല സഞ്ചരിക്കുന്നെങ്കിൽ വസ്തുവിന്റെ വേഗം എങ്ങനെയാണ്? അസമവേഗമാണ്. ദാറ്റ് ഈസ് എ യൂണിഫോം സ്പീഡ് ആൻഡ് നോൺ യൂണിഫോം സ്പീഡ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ വാഹനങ്ങളൊക്കെ ഓടിക്കുന്ന നോൺ യൂണിഫോം സ്പീഡിലാണ്. പർട്ടിക്കുലർ സ്പീഡിൽ തന്നെയാണ് ഓടിക്കുന്നത് അല്ല. ആദ്യമേ നമ്മൾ പതിയെ സ്പീഡിലാണ്, പിന്നെ നമ്മൾ സ്പീഡ് കൂട്ടും. ചില സിറ്റുവേഷൻസ് വരുമ്പോൾ സ്പീഡ് കുറയ്ക്കും, പിന്നെ സ്പീഡ് കൂട്ടും ഇല്ല. അപ്പം നോൺ യൂണിഫോം സ്പീഡിലാണ് നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, വണ്ടികളുടെയൊക്കെ
സ്പീഡ് കാണിക്കുന്ന മീറ്റർ, അതായത് സ്പീഡോമീറ്റർ എന്ന് പറയും കേട്ടോ. അപ്പൊ നമുക്കറിയാം സ്പീഡോമീറ്ററിൽ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാൽ പലപ്പോഴും പല വേഗത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യമേ സ്പീഡ് കുറച്ച് പിന്നെ സ്പീഡ് കൂട്ടി അങ്ങനെ പിന്നെ കുറയ്ക്കേണ്ട സാഹചര്യങ്ങൾ വരും, ഇല്ല അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ കൂടുതലായിട്ടും കുറവായിട്ടും ഒക്കെ ഇരിക്കും. അതായത് വേഗം നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കും, വേഗം കുറച്ചുകൊണ്ടിരിക്കും. അപ്പം ഇത്തരം സന്ദർഭങ്ങളിൽ ആ വാഹനം സഞ്ചരിച്ച വേഗം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ. അപ്പൊ എത്രയാണ് ഇപ്പം അത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഉപകരണമാണ് സ്പീഡോമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സ്പീഡോമീറ്റർ നിങ്ങൾ വാഹനത്തിന്റെ ഒക്കെ സ്പീഡോമീറ്റർ കണ്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനത്തെയുള്ള സിറ്റുവേഷൻസിൽ, അതായത് പല വേഗങ്ങളിലല്ല വണ്ടി സഞ്ചരിക്കുന്നത്, അപ്പൊ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് നമ്മൾ എങ്ങനെയാണ് വേഗം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം വാഹനങ്ങളിലെ സ്പീഡ് കണ്ടുപിടിക്കുന്ന ഉപകരണമാണ് എന്താണ് സ്പീഡോമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമ്മളത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു നോക്കാം. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ആവറേജ് സ്പീഡാണ് കണ്ടുപിടിക്കുന്നത്. ആവറേജ് സ്പീഡ്, അതായത് പല വേഗത്തിലല്ല സഞ്ചരിക്കുന്നത്, അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കും. ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ശരാശരി വേഗത അല്ലെ, ശരാശരി വേഗത നമ്മളവിടെ കണ്ടുപിടിക്കും കേട്ടോ. ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ശരാശരി വേഗതയാണ് നമ്മളവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ മുമ്പേ കണ്ട ടേബിൾ എടുക്കുകയാണ്. ഈ ഒരു ടേബിൾ എടുക്കുകയാണ്. ഇവിടെ കണ്ടില്ല പല വേഗത്തിലല്ല വണ്ടി സഞ്ചരിക്കുന്നത്. ആദ്യമേ 2.5 ആയിരുന്നു, പിന്നെ കൂടി, പിന്നെ കുറഞ്ഞു, കൂടി, അങ്ങനെ പല വേഗത്തിലല്ലേ ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ കാർ ഫ്രം എ ടു എഫ്, അതായത് എയിൽ നിന്നും എഫ് ആണ് ഫൈനൽ പൊസിഷനിൽ, എയിൽ നിന്നും എഫിലേക്ക് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലെ, എയിൽ നിന്നും എഫിലേക്ക് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടെ എത്രയാണ്? എത്ര വരും ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ടോട്ടൽ ഡിസ്റ്റൻസ് 50 കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 50 മീറ്റർ ആണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് 50 മീറ്റർ അല്ലേ. അതുപോലെ തന്നെ ടോട്ടൽ ടൈം ടേക്കൺ ഫോർ, ടോട്ടൽ സമയം എത്രയാണ് എടുക്കുന്ന? സമയം 10 സെക്കൻഡുമാണ് അല്ലെ. 10 സെക്കൻഡുമാണ് നമ്മൾ അവിടെ എടുക്കുന്ന സമയം. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പം ടോട്ടൽ സമയം നമ്മൾ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുന്ന ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ മലയാളത്തിൽ പറയുന്നത് ശരാശരി വേഗത എന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം അതെന്ന് പറഞ്ഞിരിക്കുന്ന ആവറേജ് സ്പീഡിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് എ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ടു ട്രാവൽ ദ ഡിസ്റ്റൻസ്. ഇതാണ് ഇക്വേഷൻ. ആവറേജ് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ് കേട്ടോ. അത് എന്തുമാത്രം ദൂരം സഞ്ചരിച്ചുകൊണ്ട് ആകെ സഞ്ചരിച്ച ദൂരം ഡിവൈഡ് ബൈ ആകെ ദൂരം സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം, അതാണ് ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ശരാശരി വേഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടായിരുന്നു എത്രയാണ്? 50 മീറ്റർ ആണ്. ടോട്ടൽ 50 മീറ്റർ ട്രാവൽ ചെയ്യാൻ 10 സെക്കൻഡ് സമയമാണ് എടുത്തത് ഇല്ല. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ടോട്ടൽ ഡിസ്റ്റൻസ് 50 മീറ്റർ ആണ്, അതിനെടുത്ത സമയം 10 സെക്കൻഡുമാണ്. അപ്പൊ എത്ര വരും? 5 അല്ലെ. 5 മീറ്റർ പെർ സെക്കൻഡ് വേഗത, ശരാശരി വേഗതയിലാണ് ആ വാഹനം സഞ്ചരിക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയാണ് വാഹനങ്ങളുടെ ശരാശരി വേഗത ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പം ആ വേഗതയായിരിക്കും നമ്മൾ ആ സ്പീഡോമീറ്ററിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനസ്സിലായി? ദാറ്റ് ഈസ് ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ശരാശരി വേഗത. കൂടിയും കുറഞ്ഞു ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ വാല്യൂ വേഗത കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുന്ന ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ശരാശരി വേഗത കേട്ടോ. ശരാശരി വേഗത അതാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത് കേട്ടോ. അതാണ് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡും, അതായത് സമവേഗവും അസമവേഗവുമാണ് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആയല്ലോ? അപ്പം സമവേഗം മനസ്സിലാക്കുക, അസമവേഗവും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. നമ്മളപ്പോ സമവേഗവും അസമവേഗവും കൊണ്ട് ഇനി നമുക്ക് നോക്കാനുള്ളത് സമപ്രവേഗവും അസമപ്രവേഗവുമാണ്. യൂണിഫോം വെലോസിറ്റി, നോൺ യൂണിഫോം വെലോസിറ്റി. അപ്പൊ ഇവിടെ 3 കാറുകളുടെ വേഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആദ്യമേ കൊടുത്തിരിക്കുന്നത് കാർ എ ട്രാവൽഡ് 500 മീറ്റർ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. അത് കാർ എ 500 മീറ്റർ നേർരേഖയിലൂടെ സഞ്ചരിക്കുക എന്നാണ് പറയുന്നത്. ഓരോ സെക്കൻഡിലും തുല്യ ദൂരം. കാർ ഇങ്ങനെ നേർരേഖയിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പം നേർരേഖയിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഓരോ സെക്കൻഡിലും 500 മീറ്റർ ആണ് ടോട്ടൽ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഓരോ സെക്കൻഡിലും അത് തുല്യ ദൂരമാണ് ട്രാവൽ ചെയ്യുന്നത്. ഈക്വൽ ഡിസ്റ്റൻസ് ആണ് അവിടെ ട്രാവൽ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് കാർ ബി എന്ന് പറയുന്നത് 500 മീറ്റർ നേർരേഖയിലാണ് 500 മീറ്റർ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. ഓരോ സെക്കൻഡിലും സഞ്ചരിച്ച ദൂരം തുല്യമല്ല. സമയം അവിടെ എങ്ങനെയാണ്? ഈക്വൽ ആണ്. പക്ഷെ എങ്ങനെയാണ്? ദൂരം ആദ്യത്തെ ഒരു പർട്ടിക്കുലർ ആയിരിക്കാം, പിന്നെ കൂടുതലായിരിക്കാം, പിന്നെ കുറവായിരിക്കാം. അവിടെ എങ്ങനെയാണ്? ദൂരം തുല്യമല്ല. ഡിസ്റ്റൻസ് ഇവിടെ രണ്ടും ഈക്വൽ ആണ്. സമയവും ഫസ്റ്റ് കേസിൽ കാർ എന്റെ കേസിൽ വരുമ്പോൾ സമയവും അതുപോലെ തന്നെ ഡിസ്റ്റൻസും ഈക്വൽ ആണ്. സമയവും ഡിസ്റ്റൻസും ഈക്വൽ ആണ്. ഇവിടെ വരാൻ നേരത്തെ കാർ ബിയുടെ കേസിൽ വരുമ്പോൾ എങ്ങനെയാണ്? സമയം
ടൈം ഈക്വൽ ആണ്, പക്ഷെ ഡിസ്റ്റൻസ് എങ്ങനെയാണ്? ഡിസ്റ്റൻസ് ഈക്വൽ അല്ല, നോട്ട് ഈക്വൽ ആന്ന് പറയണം. ഡിസ്റ്റൻസ് അവിടെ നോട്ട് ഈക്വൽ ആന്ന് പറയാം. ഇനി മൂന്നാമത്തെ കേസ് പറയാണ് കാർ സി ട്രാവൽ 500 മീറ്റർ അലോങ് എ സർക്കുലർ പാത്ത്. മൂന്നാമത്തെ കേസ് പറഞ്ഞാൽ കാർ സി ഇങ്ങനെ സർക്കുലർ പാത്തിലാണ് മൂവ് ചെയ്യുന്നത്. അത് 500 മീറ്റർ തന്നെ ട്രാവൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഓരോ സെക്കൻഡിലും അത് തുല്യ ദൂരമാണ്, ഓരോ സെക്കൻഡിലും തുല്യ ദൂരം തന്നെയാണ് സഞ്ചരിക്കുന്നത്. പക്ഷെ അത് സർക്കുലർ പാത്തിലാന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഈസ് എ വെലോസിറ്റി ഓഫ് കാർ എ സെയിം ഇൻ ഈച്ച് സെക്കൻഡ്? വെലോസിറ്റി അവിടെ സെയിം ആണോ? വെലോസിറ്റി സെയിം ആണ് അല്ലെ. വെലോസിറ്റി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഇപ്പൊ ഫസ്റ്റ് കേസിലാണ് ഈക്വൽ ആണ്, സമയവും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? വെലോസിറ്റി സെയിം ആണ് നമുക്ക് പറയാം. അതായത് കാർ എ ട്രാവൽസ് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം എന്ന് പറയും, അല്ലെങ്കിൽ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം എന്ന് പറയാം. മനസ്സിലായല്ലോ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കേസിൽ ഇവിടെ സെയിം ആണ്, ഇവിടെ സെയിം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റീസണും പറയാം. രണ്ടാമത്തെ കേസിൽ എങ്ങനെയാണ്? വെലോസിറ്റി ഓഫ് കാർ ബി സെയിം. വെലോസിറ്റി എങ്ങനെയാണ്? സെയിം ആണോ? അല്ലല്ലോ, കാരണം സമയം ഈക്വലാണ്, പക്ഷെ എങ്ങനെയാണ്? ഡിസ്പ്ലേസ്മെന്റ് വ്യത്യാസപ്പെട്ടിരിക്കുകയല്ലേ, ഡിസ്പ്ലേസ്മെന്റ് വ്യത്യാസപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എങ്ങനെയാണ്? വെലോസിറ്റി സെയിം അല്ല. അപ്പൊ ആദ്യത്തെ കേസിൽ വെലോസിറ്റി ഈക്വൽ ആണ്. ഇവിടെ എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? വെലോസിറ്റി ഈക്വൽ അല്ല അല്ലെ, നോട്ട് ഈക്വൽ എന്ന് പറയാം അല്ലെ, നോട്ട് ഈക്വൽ ആണ് വെലോസിറ്റി. ഇനി മൂന്നാമത്തെ കേസിൽ നോക്കുക, വെലോസിറ്റി ഓഫ് കാർ സെയിം ഇൻ ഈച്ച് സെക്കൻഡ്. ഇവിടെ നോക്കുക, സമയവും എന്താണ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് അവിടെ എങ്ങനെയാണ്? ഈക്വൽ ആണ്. പക്ഷെ ഇത് സർക്കുലർ പാത്തിലാണ്. സർക്കുലർ പാത്തിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇവിടെ എന്താണ്? സർക്കുലർ പാത്തിൽ വരുമ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. അപ്പൊ ഈ ഒരു പൊസിഷനിൽ വന്നു കഴിയുമ്പോൾ ഈ ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത്. അടുത്ത പൊസിഷൻ വരുമ്പോൾ എങ്ങനെയാണ്? ഈ ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പൊ ഓരോ പൊസിഷനിൽ വരുമ്പോൾ ഡയറക്ഷൻ അല്ലെങ്കിൽ ദിശ മാറുന്നുണ്ട്. അതുകൊണ്ട് അവിടെ എങ്ങനെയാണ്? വെലോസിറ്റി നോട്ട് ഈക്വൽ ആണ്. മനസ്സിലാവുന്നല്ലോ. തുല്യ ഇടവേളകളിലും തുല്യ ഡിസ്പ്ലേസ്മെന്റും ആണ് അല്ലെങ്കിൽ ഡിസ്റ്റൻസും ആണെങ്കിൽ കൂടിയും അവിടെ ദിശ മാറിക്കൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? അത് വെലോസിറ്റി ഈക്വൽ അല്ലാതെ വരും. അതായത് വെലോസിറ്റി നോട്ട് ഈക്വൽ എന്ന് പറയാം. അപ്പം വെലോസിറ്റി ഈക്വൽ ആവുന്ന ഈ കണ്ടീഷനെ നമുക്ക് എന്ത് പറയാം? യൂണിഫോം വെലോസിറ്റി എന്ന് പറയാം. യൂണിഫോം വെലോസിറ്റി, യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ സമപ്രവേഗം എന്ന് പറയാം. അല്ലാത്ത കേസിൽ എങ്ങനെയാണ്? നോൺ യൂണിഫോം ആണ്. അപ്പൊ ഇത് രണ്ടും വരുന്നത് എങ്ങനെയാണ്? നോൺ യൂണിഫോം ആണ്. നോൺ യൂണിഫോം അല്ലെങ്കിൽ അസമപ്രവേഗമാണ്. ആദ്യത്തെ കേസിൽ ഡിസ്റ്റൻസ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് രണ്ടാമത്തെ കേസിൽ എങ്ങനെയാണ്? ദിശ, ഡയറക്ഷൻ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. അത് നോൺ യൂണിഫോം വെലോസിറ്റി, അസമപ്രവേഗത്തിലാണ് സഞ്ചരിക്കുന്നതെന്ന് പറയാൻ സാധിക്കും. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? എ ബോഡി ഹാസ് യൂണിഫോം വെലോസിറ്റി ഇഫ് ഇറ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ സെയിം ഡയറക്ഷൻ ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. സെയിം ഡയറക്ഷൻ കേട്ടോ. ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരത്തിന്റെ അളവ് തുല്യ സമയ ഇടവേളകളിൽ തുല്യമായിരിക്കും, ഒരേ ദിശയിൽ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ. അങ്ങനെയാവുകയാണെന്നുണ്ടെങ്കിലാണ് സമപ്രവേഗം അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞു. ഒരേ ഡയറക്ഷൻ, ദിശയായിരിക്കണം, തുല്യമായ ഇടവേളകളായിരിക്കണം, സ്ഥാനാന്തരം തുല്യമായ സമയ ഇടവേളകളും ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് സമപ്രവേഗത്തിലാന്ന് പറയാം. വേഗമോ ദിശയോ ഏതെങ്കിലും ഒന്ന് മാറിയാൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? അസമപ്രവേഗം എന്ന് പറയാം. വേഗം, ദിശ കേട്ടോ. വേഗം അല്ലെങ്കിൽ ദിശ നമ്മൾ മാറിയാൽ നമുക്ക് എന്ത് പറയാം? അസമപ്രവേഗത്തിലാണ് അത് സഞ്ചരിക്കുന്നതെന്ന് പറയാൻ സാധിക്കും കേട്ടോ. അപ്പം മനസ്സിലാക്കിയിരിക്കും കേട്ടോ. അപ്പൊ വേഗമോ ദിശയോ എന്ത് മാറിയാലാണ് അസമപ്രവേഗം അല്ലെങ്കിൽ നോൺ യൂണിഫോം വെലോസിറ്റി ആണ്. അപ്പൊ നോക്കുക, ഇത് ഡയറക്ഷൻ ഓഫ് മോഷൻ ചേഞ്ചസ്. നോക്കുക കേട്ടോ, ഡയറക്ഷൻ ഓഫ് മോഷൻ ചേഞ്ചസ് ദ വെലോസിറ്റി ഈസ് ഓൾസോ ചേഞ്ചസ്. വസ്തുവിന്റെ ചലനദിശ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ആ വസ്തുവിന്റെ പ്രവേഗം മാറിക്കൊണ്ടിരിക്കും. അതായത് അതെങ്ങനെയായിരിക്കും? അസമപ്രവേഗത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഞാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടേബിൾ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അതാ നോക്കുക, ആദ്യത്തെ കേസിൽ നോക്കുക, കാറയിൽ എങ്ങനെയാണ്? യൂണിഫോം വെലോസിറ്റി ആണെന്ന് പറഞ്ഞു. അതിന്റെ റീസൺ എന്താണ്? നെയ്തർ ദ മാഗ്നിറ്റ്യൂഡ് നോർ ദ ഡയറക്ഷൻ അല്ലെ. മാഗ്നിറ്റ്യൂഡോ അല്ലെങ്കിൽ ഡയറക്ഷനോ അവിടെ ചേഞ്ച് ചെയ്യുന്നില്ല. ഇനി കാർ ബി എങ്ങനെയാണ്? കാർ ബിയുടെ കേസ് എങ്ങനെയാലും കാർ ബി നോൺ യൂണിഫോം വെലോസിറ്റി ആണ്. നോൺ യൂണിഫോം വെലോസിറ്റി ആണ്. അതിന് കാരണം എന്താണ്? അസമപ്രവേഗമാണ്. ഡയറക്ഷൻ ഡസ് നോട്ട് ചേഞ്ച്, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല, പക്ഷെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി അവിടെ എന്താണ്? ചേഞ്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമുക്ക് പറയാം നോൺ യൂണിഫോം ആന്ന് പറയാം. കാർ സി എങ്ങനെയാണ്? കാർ സിയുടെ കേസിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല, പക്ഷെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? അസമപ്രവേഗത്തിലാന്ന് പറയാൻ സാധിക്കും. മനസ്സിലായല്ലോ? അപ്പൊ അത് മലയാളത്തിലുള്ള കൊടുത്തിട്ടുണ്ട്, നോക്കി മനസ്സിലാക്കുക കേട്ടോ. ഇനി യൂണിഫോം വെലോസിറ്റിയും അതുപോലെ നോൺ യൂണിഫോം വെലോസിറ്റിയും കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാമേ.
നോക്കട്ടെ, യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ സമപ്രവേഗത്തിന് എക്സാമ്പിൾ ആണ് വെൻ ലൈറ്റ് ട്രാവൽസ് ത്രൂ വാക്വം, അതായത് ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിന്റെ സഞ്ചാരം കേട്ടോ, അത് യൂണിഫോം വെലോസിറ്റിയാണ്, സമപ്രവേഗമാണ് കേട്ടോ. അതിനൊക്കെ എക്സാമ്പിൾസ് പഠിച്ചു വെച്ചോട്ടോ. അതുപോലെ ട്രെയിൻ ട്രാവൽസ് അലോങ് എ സ്ട്രേറ്റ് ട്രാക്ക് അറ്റ് ദ സെയിം സ്പീഡ്, വളവില്ലാത്ത ട്രാക്കിലൂടെ, സ്ട്രെയിറ്റ് ലൈൻ ട്രാക്കിലൂടെ ഒരേ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ എന്താണ്? യൂണിഫോം വെലോസിറ്റിക്ക് എക്സാമ്പിൾ ആണ് കേട്ടോ. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെലോസിറ്റി മേ നോട്ട് ബി യൂണിഫോം ഈവൻ ഇഫ് ഇറ്റ്സ് സ്പീഡ് ഈസ് യൂണിഫോം. അത് ഓർത്തോളൂ കേട്ടോ. അതായത് സ്പീഡ് കേട്ടോ, സ്പീഡ് തുല്യമായിരുന്നാലും വെലോസിറ്റി തുല്യമാവണം എന്നില്ല. ഇല്ല, അത് ഓർത്തോളൂ കേട്ടോ. സമവേഗത്തിലുള്ള വസ്തുവിന്റെ പ്രവേഗം സമപ്രവേഗമാണെന്നില്ല. യൂണിഫോം സ്പീഡിലായിരിക്കാം, പക്ഷെ അത് സമപ്രവേഗമായിരിക്കണമെന്നില്ല. കാരണം സർക്കുലർ പാത്തിന്റെ കേസിലാണ് അത് വരുന്നത് കേട്ടോ. ഇവിടെ നോക്കുക, സർക്കുലർ പാത്തിന്റെ കേസിൽ പറഞ്ഞാൽ ഈക്വൽ ഇന്റർവൽ ആണ്, ഈക്വൽ ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് സ്പീഡിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കും, പക്ഷെ എങ്ങനെയാണ് അവിടെ ഡയറക്ഷൻ ചെയ്യുന്നതുകൊണ്ട് വെലോസിറ്റി എങ്ങനെയായിരിക്കും? സമ പ്രവേഗമായിരിക്കുമല്ലോ, യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. അത് ഓർത്തോണം കേട്ടോ. അപ്പൊ അത് ഓർത്തോണം കേട്ടോ. അതൊരു കൃത്യമായിട്ട് മനസ്സിലാക്കി, സർക്കുലർ പാത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് എന്താണ് അതിന്റെ യൂണിഫോം സ്പീഡ് ആയിരിക്കും, പക്ഷെ എങ്ങനെയാണ് യൂണിഫോം വെലോസിറ്റി ആയിരിക്കും അല്ല കേട്ടോ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്പീഡ് ഓഫ് എ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് ഈസ് യൂണിഫോം ബട്ട് ഇറ്റ്സ് വെലോസിറ്റി ഈസ് നോൺ യൂണിഫോം. അതിന് ഡയറക്ഷൻ അല്ലെ, ക്ലോക്കിന് എങ്ങനെയാണ് യൂണിഫോം സ്പീഡിലെ ഓരോ കറക്റ്റ് ആയിട്ടുള്ള തുല്യ ഇടവേള തുല്യ ദൂരമാണല്ലോ ക്ലോക്കിന്റെ കേസിൽ വരുന്നത്, പക്ഷെ വെലോസിറ്റി നോൺ യൂണിഫോം. അതിന് കാരണം എന്താണ്? ഡയറക്ഷൻ അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ, പഠിച്ച് തന്നെ വെച്ചോളൂ കേട്ടോ ഈ ഒരു പോയിന്റ് കേട്ടോ. ഇനി നോൺ യൂണിഫോം വെലോസിറ്റിക്ക് എക്സാമ്പിൾസ്, അസമപ്രവേഗത്തിന് എക്സാമ്പിൾ നോക്കുക. ട്രെയിൻ സ്റ്റാർട്ടിങ് ആൻഡ് മൂവിങ് ഔട്ട് ഓഫ് ദി സ്റ്റേഷൻ, അല്ലെ, സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട് നീങ്ങുന്ന അല്ലെ ട്രെയിൻ, അല്ലെ, ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയ വേഗമാണ്, പിന്നെ സ്പീഡ് കൂടുകയല്ലേ ചെയ്യുന്നത്, അപ്പൊ അത് നോൺ യൂണിഫോം ആണ് കേട്ടോ. അപ്പൊ തന്നെ സ്റ്റോൺ ത്രോൺ വെർട്ടിക്കലി അപ്പം മുകളിലേക്ക് എറിയുന്നത്, ദെൻ ബോൾ റോൾഡ് അപ്പ് ഓൺ ദ ഫ്ലോർ കേട്ടോ, തറയിൽ ഉള്ളുന്ന പന്ത്, മോഷൻ ഓഫ് എ മിനിറ്റ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക്, ഇതൊക്കെ എന്താണ്? നോൺ യൂണിഫോം അല്ലേ. അപ്പം സ്റ്റോൺ ത്രോൺ അപ്പ് വെർട്ടിക്കലി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മേളിലേക്ക് എറിയുക. മേളിലേക്ക് എറിഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? വെലോസിറ്റി അവിടെ കുറഞ്ഞു വരുവാണ് ചെയ്യുന്നത്, വെലോസിറ്റി കുറഞ്ഞു വരുവാണ് ചെയ്യുന്നത്. അതുപോലെ താഴേക്ക് പതിക്കുന്ന കല്ലും അതും ഇങ്ങനെയാണ്, വെലോസിറ്റി കൂടി വരുവാണ് ചെയ്യുന്നത് കേട്ടോ. അതൊക്കെ ഓർത്തോളൂ കേട്ടോ. അതുപോലെ തന്നെ ബോൾ റോൾഡ് അപ്പ് ഓൺ എ ഫ്ലോർ, തറയിൽ ഉള്ളുന്ന പന്ത് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ക്ലോക്കിന്റെ മേൽ സൂചിയൊക്കെ, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? നോൺ യൂണിഫോം. ക്ലോക്കിന്റെ കേസിൽ വരുമ്പോൾ എന്താണ്? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് അല്ലേ, ഡയറക്ഷൻ അവിടെ ചേഞ്ച്. അതുകൊണ്ട് നമുക്ക് പറയാം നോൺ യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത് എന്ന് പറയാം. അപ്പൊ ഈ എക്സാമ്പിൾസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, പഠിച്ചു വെച്ചോളൂ കേട്ടോ. യൂണിഫോം വെലോസിറ്റി ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റി, സമപ്രവേഗം അസമപ്രവേഗം, ഓർക്കേണ്ട മെയിൻ പോയിന്റുകളൊക്കെ മനസ്സിലാക്കി വെച്ചോളൂ, പഠിച്ചു വെച്ചോളൂ. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ ഒരു സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് സ്പീഡ് വെലോസിറ്റി ആണ് കേട്ടോ, വേഗവും അതുപോലെ പ്രവേഗവുമാണ്. നല്ലോണം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുക. അതിന്റെ ടേബിളിൽ നിന്ന് പറഞ്ഞത് യൂണിഫോം സ്പീഡും അതുപോലെ തന്നെ നോൺ യൂണിഫോം സ്പീഡും അത് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ ആവറേജ് സ്പീഡ്, അതിന്റെ ഇക്വേഷൻ മനസ്സിലാക്കിയിരിക്കുക. ദെൻ സമപ്രവേഗം അസമപ്രവേഗം, യൂണിഫോം വെലോസിറ്റി നോൺ യൂണിഫോം വെലോസിറ്റി. പഠിക്കുമ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി പഠിച്ചില്ല എന്നുള്ള കൺഫ്യൂഷൻ വരും, അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ പഠിച്ചോളൂ കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. മനസ്സിലാക്കി ശ്രദ്ധയോടെ ഇരുന്ന് വീഡിയോ കാണുക, കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കുക കേട്ടോ. പിന്നെ ബാക്കി പാട്ടുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്